Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പാർട്ട് എയിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, എല്ലാ പേപ്പറിലും ഒരു 4 എണ്ണം ഈസി ആയിരിക്കും, 3 എണ്ണമാണ് പുതിയതായിട്ട് വരാറ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, നിർബന്ധമായും ബേസിക്സ് പഠിക്കുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, ദെൻ പലപ്പോഴും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എടുത്ത് തിയറിക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ അത് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യമില്ലേ, അതും നോക്കി വയ്ക്കുക കേട്ടോ. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ഓർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഞാൻ ഇങ്ങനെ എഴുതണമല്ലോ കേട്ടോ, അതും നോക്കി വയ്ക്കുക കേട്ടോ. സോ ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്ന റിപ്പീറ്റ് ചോദ്യത്തിൽ റെസിജ്വൽ ഇൻകം, പലപ്പോഴും കണ്ടിട്ടുള്ള ചോദ്യമാണ്. റെസിജ്വൽ ഇൻകം എന്താണ്, റിപ്പീറ്റാണ്. അതുപോലെ തന്നെ കുറച്ച് ടേമുകളുണ്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ. അതിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്താണ്, അതുപോലെ തന്നെ EVA ഇക്കണോമിക് വാല്യൂ ആഡ് എന്താണ്, KPI എന്താണ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് കൈസൺ കോസ്റ്റിംഗ് എന്താണ്, JIT TQM, ഇതൊക്കെ മാറി വരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് സെൻറ്റർ എന്താണ്, ദെൻ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്താണ്, മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നേരത്തെ വിട്ടുപോയ എണ്ണം ബാലൻസ് സ്കോ കാർഡ്, ഇതൊക്കെ എന്താണെന്നുള്ളതാണ്. കുറച്ച് ഇപ്പം തന്നെ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കുക, അതിൻ്റെ ഒരു ഇക്വേഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പഠിക്കുക, കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് റിസ്കിനെ പറ്റിയിട്ട്, ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയിൽ നിന്ന് എപ്പോഴും ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. റിസ്ക് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം, എസ്പെഷ്യലി ഇപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക്, അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്ക്, ഓക്കെ, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ പലപ്പോഴും വരാറുള്ളതാണ്. പിന്നെ ആ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം മെത്തേഡ്സുകൾ ഒരുപാടുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം വരും, പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട് ഏതെങ്കിലും ഒരെണ്ണം. സിമുലേഷൻ ഉണ്ട്, സിമുലേഷൻ മെത്തേഡിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോച്ച് ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്, പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് അപ്രോച്ച് ഉണ്ട്, സെൻസിറ്റിവിറ്റി അനാലിസിസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണല്ലോ കേട്ടോ. ആ ഉള്ള ഇതിൽ മാറി ഏതെങ്കിലും ഒരെണ്ണം ഇടും. അനാലിസിസ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ കൺസെപ്റ്റാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അഡ്ജസ്റ്റഡ്. അപ്പോൾ ഞാൻ അല്ലാതെ എഴുതണമെങ്കിൽ അതിൽ കുറച്ച് മെത്തേഡുകളിൽ ഏതെങ്കിലും സെർട്ടനിറ്റി ഈക്വലൻ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്, അപ്പോൾ അത് നോക്കി വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ചാപ്റ്ററിൽ വാരിയൻസ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്
കോസ്റ്റിംഗ് എന്താണ്, ദെൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാരിയൻസിനെ പറ്റിയിട്ട് ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്താണ്. സോ അങ്ങനെ അതിൽ നിന്ന് ഒരു ചോദ്യം പലപ്പോഴും വരാറുള്ളതാണ്. ഏതെങ്കിലും ഒരു വാരിയൻസ് എടുത്ത് ചോദിക്കാറുണ്ട്. കോസ്റ്റോ അതല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയലോ ലേബറോ മെറ്റീരിയലോ അത് ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ ഞാൻ വിട്ടുപോയ ഒരു ചോദ്യം എന്ന് പറയണത് അതിൽ ഡിസിഷൻ ട്രീ ഇല്ലേ, ഡിസിഷൻ മേക്കിങ്ങിൽ അത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിസിഷൻ ട്രീ അനാലിസിസ് എന്താണ്, അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, മേക്ക് ഓർ ബൈയോ. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിഫറൻസ്. ഓക്കെ, അതും പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതിൻ്റെ ലിമിറ്റേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഈ പറയുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ്, ഫിനാൻഷ്യലൊക്കെ ആയിട്ട്, പിന്നെ റെസിജ്വൽ ഇൻകം എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്കണോമിക് വാല്യൂ ആഡഡ്, KPI, ദെൻ കൈസൺ എന്താണ്, JAT, TQM, കോസ്റ്റ് സെൻറ്റർ എന്താണ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, ബാലൻസ് സ്കോർ കാർഡ് എന്താണ്, റിസ്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് ഇതിൽ ഏതെങ്കിലും, പിന്നെ സിമുലേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്രോച്ച്, പ്രോബിലിറ്റി അസൈൻമെൻറ്റ്, ഈ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, സെൻസിറ്റിവിറ്റി, റിസ്ക് അഡ്ജസ്റ്റഡ്, ഡിസിഷൻ ട്രീ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരുള്ളൂ കേട്ടോ. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, വാരിയൻസ് എന്താണ്, ലേബർ എഫിഷ്യൻസി വാരിയൻസ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഷട്ട് ഡൗൺ, മേക്ക് ഓർ ബൈ, അങ്ങനെ. അതല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.